പിന്നിൽ ഒരുപാട് യുക്തികളുണ്ട്. ഒന്നാമത്തെ യുക്തി, ഇസ്ലാം പ്രാധാന്യം നൽകുന്നത് അതിന്റെ പേര് പോലെ തന്നെ സമാധാനത്തിനാണ്. ഇസ്ലാം പ്രാധാന്യം നൽകുന്നത് അനുരഞ്ജനത്തിനാണ്. സമാധാനത്തിന്റെ വഴിയാണ് ഇസ്ലാം എക്കാലവും തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരാളെ കൊന്നതിന് പകരം മറ്റൊരാളെ തിരിച്ചു കൊല്ലുമ്പോ ചിലപ്പോൾ ആ കൊലയുടെ പരമ്പര, ആ തിന്മ സമൂഹത്തിൽ പിന്നെയും തുടർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, കൊല്ലപ്പെട്ടവന്റെ കുടുംബം എന്താണോ പറയുന്നത് അവർക്ക് പൊരുത്തപ്പെട്ട രക്തമണി നൽകിയിട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം നൽകുന്ന ഒന്നാമത്തെ വിഷയം സമാധാനമാണ്, അനുരഞ്ജനമാണ്. രണ്ടാമത്തെ വിഷയം എന്നുള്ളത് ദിയ്യത്ത് എന്തിനു വേണ്ടിയാണ് ഇസ്ലാം നിയമമാക്കിയത് എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഉത്തരം ഇരയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം എന്നുള്ള നിലയ്ക്കാൽ. കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം, ആ കുടുംബം ആശ്രയിച്ചത് ഈ കൊല്ലപ്പെട്ട വ്യക്തിയായിരിക്കാം, കുടുംബനാഥനെ ആയിരിക്കാം. അയാൾ കൊല്ലപ്പെടുന്നതോടുകൂടി കൊല്ലപ്പെട്ടവന്റെ കുടുംബം വഴിയാധാരമാകുന്നു. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, ഒരു വ്യക്തി കൊല്ലപ്പെട്ടാലും അയാളുടെ കുടുംബം ഭാവിയിൽ ജീവിക്കേണ്ടവരാ, അയാളുടെ മക്കൾ ഭാവിയിൽ ജീവിക്കേണ്ടവരാ. അവർക്ക് വിദ്യാഭ്യാസ പരിപാടികൾ നടക്കണം, അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും മുന്നോട്ട് പോകണം. അതുകൊണ്ട് കൊല്ലപ്പെട്ടവന്റെ കുടുംബം അനാഥമായി പോകാൻ പാടില്ല. അതുകൊണ്ട് ഇസ്ലാം കൊലയാളിയിൽ നിന്ന് ബ്ലഡ് മണി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ വിഷയം അതാണ്. മൂന്നാമത്തെ വിഷയം, ഇസ്ലാം പ്രാധാന്യം നൽകുന്നത് കാരുണ്യത്തിനും മാപ്പിനുമാണ്. ഏതൊരു വ്യക്തിയാണോ കൊലയാളിക്ക് മാപ്പ് കൊടുത്ത് ഇവനെ നിരുപാധികം പറഞ്ഞു വിടുന്നത് അവർക്കുള്ള പ്രതിഫലം അല്ലാഹുവിന്റെ അടുക്കലാണ്. അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ആരാണോ കൊലയാളിക്ക് മാപ്പ് കൊടുത്ത് ഈ രക്തപ്പണം സ്വീകരിച്ച് അവനെ വിട്ടയക്കുന്നത് അവർക്കുള്ള കൂലി ഏതെങ്കിലും ഭൗതികമായ കോടതികളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ അല്ല നൽകുന്നത്, അല്ലാഹുവാണ്. അല്ലാഹു നൽകുന്ന കൂലിക്ക് കണക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് ദിയ്യത്ത് എന്ന് പറയുന്നത് മാപ്പിനും കാരുണ്യത്തിനും പ്രാധാന്യം നൽകുന്നതാണ്. നാലാമത്തെ വിഷയം എന്നുള്ളത് വ്യക്തിയുടെ പരിണാമത്തെ സൂചിപ്പിക്കുന്നതാണ്. എത്ര വലിയ കൊലയാളിയാണെങ്കിലും 100 മനുഷ്യരെ കൊന്നിട്ട് ഓരോ മനുഷ്യരെ കൊല്ലുമ്പോഴും അവരുടെ എണ്ണം കൃത്യമായിട്ട് തിരിച്ചറിയാൻ അവരുടെ വിരലുകൾ ഒരു മാല പോലെ തയ്യാറാക്കിയിട്ട് ആ മാല കഴുത്തിലണിഞ്ഞുകൊണ്ട് നടന്ന കൊലയാളി ഉണ്ടായിരുന്നു. 99 മനുഷ്യരെ കൊന്നു, 100ാമത് അവസാനത്തെ ആളെ കൊന്നു. ആ 100 മനുഷ്യൻ പോലും പിന്നീട് മാറ്റം ഉണ്ടായി, മനസ്സിന് വ്യത്യാസമുണ്ടായി, നല്ല ദാസനായി അല്ലാഹുവിലേക്ക് എത്തിയ ചരിത്രമാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഏതൊരു കൊലയാളിയാണെങ്കിലും ആ കൊലയാളി പിന്നീട് മാറാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത മുൻനിർത്തിയാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, കൊലയാളിയിൽ നിന്ന് കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം ഈ പൈസ നഷ്ടപരിഹാരമായി സ്വീകരിച്ച് അയാളെ പറഞ്ഞയക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഈ നിയമം മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഇതിന്റെ പ്രയോജനം, ഇതിന്റെ ഗുണം ശരീഅത്തിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് പോലും കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അഞ്ചാമത്തെ യുക്തി എന്നുള്ളത് സാമൂഹിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കലാണ്. ചിലപ്പോ കൊന്നവനും കൊല്ലപ്പെട്ടവനും ഒരേ പ്രദേശത്തുള്ളവരായിരിക്കാം, ഒരേ നാട്ടുകാരായിരിക്കാം, ഒരേ ദേശക്കാരായിരിക്കാം, ഒരേ ഭാഷ സംസാരിക്കുന്നവരായിരിക്കാം. എങ്കിൽ പോലും ഈ വിഷയത്തിന് ശേഷവും അവർക്കിടയിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സാമൂഹിക ബന്ധങ്ങളുടെ നല്ല നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിയ്യത്ത് എന്ന് പറയുന്ന നിയമത്തെ നിശ്ചയിക്കുകയാണ്. അതുകൊണ്ട്